നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്കറിയാം വഖഫ് എന്ന് പറയുന്ന ഒരു കൊടും ഭീകരത. ആ ഭീകരത എത്രത്തോളമാണ് നമ്മുടെ ഈ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു ക്രൈസ്തവരായിട്ടുള്ള മനുഷ്യന്മാർ അവരുടെ കഷ്ടപ്പാടും അത്ര കണ്ട് അധ്വാനത്തിന്റെ ഫലവുമായിട്ട് അവർ ഇത്രയും നാൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ വസ്തുവകകളൊക്കെ ഒരു നാണവും മാനവും ഉളുപ്പുമില്ലാതെ അത് തട്ടിയെടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന മുസ്ലിം ഭീകരത, ആ ഭീകരതയുടെ പേര് തന്നെയാണ് വഖഫ് എന്ന് പറയുന്ന ഇസ്ലാമുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ശുദ്ധ തെമ്മാടിത്തരം എന്ന് അക്ഷരം തെറ്റാതെ പറയേണ്ടതുണ്ട്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഇവന്മാരുടെ മുസ്ലിം പണ്ഡിതന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് ആലിയാർ ഖാസിമി, അതല്ലെങ്കിൽ നമ്മുടെ ഏതൊക്കെ കുറെ തീവ്രവാദികളുണ്ടല്ലോ, തലയിൽ മറ്റേ വട്ടക്കെട്ടും കെട്ടിക്കൊണ്ട് അറബികൾ ഇടുന്ന വേഷമൊക്കെ ഇട്ട് വന്നുകൊണ്ട് ഈ ഓരോ വേദികൾ, ഓരോ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇസ്ലാമുകളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന പ്രഭാഷണ പരമ്പരകളൊക്കെ നയിക്കുന്ന വലിയ പണ്ഡിതന്മാരുണ്ട്. ഇവനെയൊക്കെ പണ്ഡിതൻ എന്ന് വിളിക്കുന്ന അവനെയൊക്കെ വേണം ആദ്യം ഓടിച്ചിട്ടടിക്കാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ഒരുത്തന്റെ, അലിയർ ഖാസിമി അല്ല, ഇവന്റെ പേര് എനിക്കറിയില്ല, ഈ ഒരുത്തന്റെ ഇത് ഞാൻ കേൾപ്പിച്ചു തരാം. നോക്കൂ, ഇവന്റെ പേര് എനിക്കറിയില്ല. ഇവനെ അറിയുന്നവരൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. എനിക്കറിയില്ല ഇവന്റെ പേര്. ഈ ഒരു സുഡാപ്പിയാണ്, മുക്കാലനാണ്. ഇവൻ ന്യായീകരിക്കുന്ന ന്യായീകരണം ഒന്നൊന്നര ന്യായീകരണം കേൾക്കേണ്ടതാ. അടയാളപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ ഇന്ത്യ നിർമ്മിച്ചത് വഖഫാണ്. നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മാപ്പ് എടുത്ത് അടയാളപ്പെടുത്തിയാൽ വഖഫല്ലാത്ത പ്രോപ്പർട്ടി അഭിമാനത്തോടു കൂടി അടയാളപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ ഇന്ത്യക്കുണ്ട്. നോക്കൂ, ഇന്ത്യയെ നിർമ്മിച്ചത് വഖഫാണെന്നാ പറയുന്നത്. ഈ വഖഫുകാരനായിട്ടുള്ള ഈ മുസ്ലിങ്ങൾ ഈ ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി, ഇവിടെ പെറ്റുകൂട്ടി പെരുകിയിട്ട് എത്ര വർഷങ്ങളായെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ഭാരതത്തിന്റെ, അതല്ലെങ്കിൽ എൻ്റെ ഭാരതം, എൻ്റെ ഹിന്ദുസ്ഥാന്റെ യഥാർത്ഥ ഉടമകളായിട്ടുള്ള ഹൈന്ദവരുടെ സ്വത്ത് വഖഫ് പോലും ഈ വഖഫിൻ്റെതാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഈ ജിഹാദിക്കൊക്കെ കൊടുക്കേണ്ട മറുപടി ഏത് ഭാഷയിലാണ് എന്ന് മാന്യ പ്രേക്ഷകർ തന്നെ പറഞ്ഞു തരിക. എന്റെ സ്വതസിദ്ധമായിട്ട് ഇത്തരത്തിലുള്ള ഈ ജിഹാദികൾക്കൊക്കെ കൊടുക്കുന്ന മറുപടി അമ്മാതിരി മറുപടിയാണ് ഞാൻ കൊടുക്കാറ്. എന്നിരുന്നാലും ഞാനത് കൊടുക്കുന്നില്ല, മാന്യ പ്രേക്ഷകർ കൊടുക്കുക. ഇനി എന്റെ ബാക്കി കേൾക്കേണ്ടതുണ്ട്. കാരണം ഭാരതത്തിന്റെ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ ഭാരതത്തെ, ഇന്ത്യയെ നിർമ്മിച്ചത് ഈ വഖഫാണത്രേ. കേൾക്കേണ്ടതല്ലേ, ഗംഭീരമാണ്. ഇനി ബാക്കിയുടെ കേൾക്കാം നമുക്ക്. ഇന്ത്യയിലെ ടൂർ സംഘടിപ്പിക്കും. ആ ടൂർ സംഘടിപ്പിച്ചാൽ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങളൊക്കെ വഖഫാണ്. വഖഫ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഡിസൈൻ ചെയ്തത്, ഇന്ത്യയെ ലോകത്തിന് മുൻപിൽ ഡിസൈൻ ചെയ്തത് വഖഫാണ് അത്രേ. നിങ്ങളൊരു ടൂർ സംഘടിപ്പിക്കൂ, നിങ്ങൾ എന്നിട്ട് ടൂർ പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ പരിശോധിച്ചാൽ അത് പൂർണ്ണമായിട്ടും വഖഫിന്റെയാണ് അത്രേ. നോക്കൂ, അന്യന്റെ മുതല് കട്ടെടുക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കുക? ചെറ്റ എന്നല്ലാതെ എന്താ നമ്മൾ വിളിക്കുക? ഇത്തരത്തിൽ അന്യന്റെ സ്വത്ത് വകകളൊക്കെ മോഷ്ടിക്കുക, തട്ടിയെടുക്കുക, വഖഫ് എന്നും പറയുന്ന അതിന് വേണ്ടിയിട്ട് ഒരു ഫഖഫ് ആയിട്ടുള്ള ഒരു നിയമം, ഫക്കിംഗ് നിയമം എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഒരു ഫക്കിംഗ് നിയമം നിർമ്മിച്ചിട്ട് അത് ഈ ജിഹാദി എഴുതി കൊടുത്തുകൊണ്ട് ഈ ഭാരതം, എന്റെ ഈ പെറ്റ നാടിന്റെ എല്ലാ ഭൂമിയും ഈ ഫക്കിംഗ് നിയമത്തിന് കീഴിലാണ് എന്ന് പറയുന്ന ഈ ചെറ്റയൊക്കെ എങ്ങനെയാണ് ഇനി പറയേണ്ടത്? വഖഫ് നിയമം ഫക്കിംഗ് നിയമമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയാനൊക്കുമോ? ഇതിവിടെ അസഭ്യം പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന സദാചാരക്കാരൊക്കെ തൽക്കാലം ഒന്നുകൂടെ മാറി നിൽക്കാം. ഇത്തരത്തിൽ ഇന്ത്യയെ നിർമ്മിച്ചത്, ഇന്ത്യയുടെ എല്ലാ ഭാഗവും വഖഫിൻ്റെതാണെന്ന് പറയുന്ന ഈ നാറികളെയൊക്കെ ഈ ഭാഷയിലല്ലാതെ വേറൊരു ഭാഷയിലും പറയാനാവില്ല. ഇനി ഇവൻ പറയുന്നത് ഒന്നുകൂടെ കടുത്ത് പറയുന്നുണ്ട്, കേൾക്കാം നമുക്കത്. വഖഫ് എന്ന് പറയുന്ന സംവിധാനമാണ് ലോകത്ത് ഇസ്ലാമിക നാഗരികതയുടെ ഏറ്റവും വലിയ സവിശേഷത. വഖഫാണ്. കാരണം ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ്. ഇസ്ലാമിൽ അഖീദയുണ്ട്, ശരീഅത്തുണ്ട്. ആ ശരീഅത്തിന് 6 ലക്ഷ്യങ്ങൾ അടിസ്ഥാനങ്ങൾ. ഈ 6 ലക്ഷ്യം അടിസ്ഥാനങ്ങളിൽ 5 അടിസ്ഥാനങ്ങളെയും ലോകത്ത് നിലനിർത്തുന്നതിൽ വഖഫിന് വലിയ പങ്കുണ്ട്. മതസംരക്ഷണം, ജീവസംരക്ഷണം, അതുപോലെ മനുഷ്യന്റെ മതസംരക്ഷണം, ജൈവ സംരക്ഷണം, പിന്നെന്താ മനുഷ്യന്റെ പ്രോപ്പർട്ടി സംരക്ഷണം. കണ്ടില്ലേ, പ്രോപ്പർട്ടി സംരക്ഷണമൊക്കെ വഖഫ് നിർമ്മിച്ചതാണ്, വഖഫ് രൂപകൽപ്പന ചെയ്താണ് അത്രേ. നോക്കൂ, അന്യന്റെ മുതല് തട്ടിയെടുക്കലാണ് ഇവന്റെയൊക്കെ ഈ പ്രോപ്പർട്ടി, ഈ ഫക്കിംഗ് വഖഫ് എന്ന് പറയുന്ന ഇത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവുമോ? അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. അതായത് ഇത്രയും കാലം കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മിച്ചം പിടിച്ച് നമ്മൾ ഒരു കുഞ്ഞു ഭൂമി വാങ്ങി വെക്കുന്നു, അതിലൊരു ആശിച്ചൊരു വീട് വെക്കുന്നു,
വെക്കുന്നു. അത് വെക്കുന്നതോടുകൂടി ഈ വഖഫ് എന്ന് പറയുന്ന ഫക്കിങ് ടീം ഉണ്ടല്ലോ, ഇവർ വന്നുകൊണ്ട് ഇത് ഞമ്മന്റെ പടച്ചോന് വേണ്ടി പണ്ടെന്നോ ഏതോ ഒരു മുക്കാലൻ മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞു വരുന്നു. എന്നിട്ടോ ഈ പാവം പിടിച്ച ആളുകളെ അവിടെ നിന്ന് ഇറക്കി വിടില്ല. നിങ്ങൾ ഇപ്പോഴൊന്നും ഞങ്ങൾ ഇറക്കി വിടില്ല. എന്തോ ഒരു ഔദാരിയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമി ഇവന്റെ ഫക്കിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് ഇവൻ പറയുകയാണ് എന്റെ അടുത്ത്, നിങ്ങൾ എപ്പോഴൊന്നും ഇറക്കി വിടില്ല കേട്ടോ എന്നുള്ളത്. എന്ത് നാണവും മാനവും ഉളുപ്പും ഉണ്ടോ നിനക്കൊക്കെ. എന്നിട്ട് ഇവർക്കെതിരെ ആരെങ്കിലും ശബ്ദിക്കുമോ, ഇപ്പൊ ഇവിടെ നല്ല മുസ്ലിങ്ങൾ ചീത്ത മുസ്ലിങ്ങൾ എന്ന് വലിയ ബേനി നടിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും STP അടക്കമുള്ള ഭീകര സംഘടനകളിലൊക്കെ ഉണ്ടല്ലോ, ഇവരാരെങ്കിലും ഇത് ഫക്കിംഗ് നിയമമാണ്, വഖഫ് നിയമമല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരാറുണ്ടോ? സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ ഏതെങ്കിലും നല്ല മുസ്ലിം വരുന്നുണ്ടോ? ഇല്ലെന്നേ. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയ ഭൂമി തട്ടിയെടുത്ത് യാതൊരു അധ്വാനവും ഇല്ല, വിയർപ്പിന്റെ സൂക്കേടുള്ള ഈ ജിഹാദികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടത് ഓരോ ദേശീയതയ്ക്ക് ചേർന്ന് നിൽക്കുന്ന, ഓരോ ദേശീയതയോട് ഈ ഭാരതം എന്റെ പെറ്റ നാടാണെന്ന് ചിന്തിക്കുന്നവരുടെ കർത്തവ്യം തന്നെയാണ്. ഇനി കേൾക്കാം ഇവരുടെ ബാക്കി കൂടി. മനുഷ്യന്റെ വംശ സംരക്ഷണം, നസ്ൽ പോലെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ലോകത്ത് നിലനിർത്തിയത് വഖഫിലൂടെയാണ്. മനസ്സിലായല്ലോ? ഇന്ത്യ ഡിസൈൻ ചെയ്തത് വഖഫാണ്, ഇന്ത്യ ഉണ്ടാക്കിയത് വഖഫാണ്, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും വഖഫിൻ്റെതാണ്. ഈ വഖഫ് ഫക്കിങ്കാര് എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇവനൊന്നും ഉത്തരമില്ല. എങ്ങനെയാ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളി ആദ്യത്തെ പള്ളി മുസ്ലിങ്ങളുടെ ചേരമാൻ പള്ളിയാണെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, ഇവന്മാരും സമ്മതിക്കുന്നുണ്ടല്ലോ. ഈ പറയുന്ന ഈ ചേരമാൻ പള്ളിക്ക് ഭൂമി കൊടുത്തത് ആരായിരുന്നു? ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള 4 ഈന്തപ്പഴവുമായി കടന്നു വന്ന കാട്ടറബികൾക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുത്തത് ആരായിരുന്നു? അവർക്ക് വീട് വെക്കാനും മറ്റുള്ളതിനും പള്ളി വെക്കാനും ഒക്കെ സ്ഥലം കൊടുത്തത് ആരായിരുന്നു? അതൊക്കെ വേറൊരു മൊല്ലാക്ക പണ്ടെന്നോ പറഞ്ഞൊരു വീഡിയോ നമ്മളൊക്കെ കേട്ടതാ. ഈ ചേരമാൻ പള്ളി ഇവിടേക്ക് വന്നുകൊണ്ട് കൊടുങ്ങല്ലൂരിലേക്ക് കടന്നു വന്ന അറബികൾക്ക് നമ്മുടെ ഈ പറയുന്ന ഹിന്ദുവിന്റെ സ്ത്രീ ജനങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ വരെ അവിടുത്തെ അന്നത്തെ ജനങ്ങൾ തയ്യാറായിരുന്നു. ആ പാവം പിടിച്ച മനുഷ്യന്മാരുടെ നെഞ്ചത്തോട്ട് പാഞ്ഞു കയറുമ്പോൾ നീയൊക്കെ ചിന്തിക്കുക, നിന്റെയൊക്കെ അച്ഛന്റെ ബാപ്പാന്റെ പേര് പരമേശ്വരനും അതല്ലെങ്കിൽ ശിവനും അയ്യപ്പനും ഉമ്മയുടെ പേര് കാളിയും ഒക്കെ ആയിരിക്കും എന്നുള്ളത് ഒരു മൊല്ലാക്ക മണ്ട് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഇനി വേറൊരു നമ്മൾക്കറിയാം ആലിയാർ ഖാസിമി എന്ന് പറയുന്ന ഒരു തലയെക്കെട്ടുകാരനുണ്ട്. അവന്റെ വീഡിയോ ആണ് ഇതിനേക്കാളും വലിയ വീഡിയോ. കേൾക്കാം. 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട് ഇന്ത്യയിൽ. അതിന് ഏകദേശം ആസ്തി കണക്കാക്കിയാൽ 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉണ്ട്. 1.25 ലക്ഷം കോടിയുടെ ആസ്തി. കണ്ടവന്റെ ഭൂമിയൊക്കെ ഇത് എന്റേതാണെന്നും പറഞ്ഞ് തട്ടിയെടുക്കുന്ന നിനക്കൊക്കെ എത്ര ഏക്കർ ഉണ്ടായിട്ട് എന്താടോ കാര്യം? നാണവും മാനവും ഉളുപ്പുമുള്ള ഏതെങ്കിലും ഒരുത്തൻ, അന്നം കഴിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഈ പാവം പിടിച്ചവന്റെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ഇറങ്ങുമോ? അത് ഇറങ്ങുന്ന രാക്ഷസന്മാരുടെ പേരാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വഖഫ് എന്ന് പറയുന്ന ഈ സുഡാപ്പികൾ വാഴ്ത്തുന്ന ഈ വഖഫ്. കേൾക്കേണ്ടതാ ഖാസിമിയുടെ വാക്കുകൾ. ഇന്ത്യയിലെ ധാരാളം വഖഫ് സ്വത്താ. 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട് ഇന്ത്യയിൽ. അതിന് ഏകദേശം ആസ്തി കണക്കാക്കിയാൽ 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉണ്ട്. 1.25 ലക്ഷം കോടിയുടെ ആസ്തി. സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം സ്വത്തില്ല. അതിലാണ് ഇന്ന് പലപ്പോഴും വഖഫ് കയ്യേറിയിട്ട് സർക്കാർ അടക്കം സുപ്രീം കോടതിയെ അന്വേഷിച്ചപ്പോ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണ്. ഇവൻ ചിരിച്ചുകൊണ്ട് പറയാ സുപ്രീം കോടതി നിലനിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. അതായത് ഇവനൊക്കെ ഈ ഇങ്ങനെ താടിയളവ്, പണ്ടൊരു അളവ് പറയും നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്തൊക്കെ ഒരുപാട് ഭൂമിയുള്ള ജന്മിമാരൊക്കെ ഈ അടിയാന്മാർക്ക് താഴെ അവിടെ പണിയെടുക്കുന്നവർമാർക്കൊക്കെ നീ ആ ഭൂമി നീ എടുത്തോന്നുള്ള ഇങ്ങനെ താടി കൊണ്ട് ഇങ്ങനെ വരച്ച് കാണിച്ചോടെ, അത് താടിയളവ് എന്നാ പറയാം. അതുപോലെ ഈ സുഡാപ്പികൾ താടി കൊണ്ട് ഇങ്ങനെ വട്ടം കറക്കി ഇതൊക്കെ ഞമ്മന്റെ എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വെട്ടിപ്പിടിച്ച ഇവൻ എന്നിട്ട് അഭിമാനത്തോടെ പറയാ ഇത്രയും ഏക്കർ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത്. എടോ നീയൊക്കെ കടന്നു വരുന്നതിന് മുൻപ് ഈ ഭാരതം യഥാർത്ഥ ഉടമകൾ ആരായിരുന്നു? ഈ ഭാരതത്തിന്റെ എങ്ങനെയാണ് ഇവിടേക്ക് മുഗളന്മാരും മറ്റൊട്ടേറെ ഇസ്ലാമിക ക്രൈസ്തവ ശക്തികൾ കടന്നു വന്നുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവരെ നശിപ്പിക്കാനും ഹിന്ദു ജനതയെ വിഭജിച്ച് ഭരിക്കാനും ശ്രമിച്ചത്? എങ്ങനെയാണ് നീയൊക്കെ ഇവിടെ പെരുകി ഉണ്ടായത് എന്ന ചരിത്രമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിന്റെ ഈ 1400 വർഷങ്ങൾക്ക് മുൻപുള്ളത് മാത്രം അതിനുശേഷമുള്ളത് മാത്രം പഠിച്ചാൽ പോരാ. അതിനു മുൻപും കുറെ ചരിത്രമുണ്ടോ. നീ വെറും ഈ 1400 ഈ വർഷങ്ങളുടെ പൈതൃകമുള്ള സംസ്കാരമുള്ള നീ ജനിക്കുന്നതിന് മുൻപേ, നിന്റെ ഈ സംസ്കാരം ജനിക്കുന്നതിന് മുൻപേ ഇവിടെയുള്ള ഭാരതത്തിന്റെ സംസ്കാരം അറിയണമെന്നുണ്ടെങ്കിൽ എഴുത്തും വായന അറിയണം. നിനക്ക് മര്യാദയ്ക്ക് എഴുതാനോ വായിക്കാനോ ബുദ്ധിയില്ല എന്നുള്ളത് അറിയുന്നത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇനി ബാക്കിയൂടെ കേൾക്കാം. ഏറ്റവും വലിയ മുതലാളി, ലോക മുതലാളി അറിയാമല്ലോ, ബോംബെയിലെ മുതലാളി 5000 കോടിക്ക് കല്യാണം നടത്തിയവന്റെ വീടിരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്.
എന്തുകൊണ്ട്? നോക്കൂ, വഖഫ് ഭൂമിയാണ്, ഏതൊരുത്തന്റെയും വഖഫ് ഭൂമി എന്ന് പറയാൻ നാണോ മാനോ ഉളുപ്പുണ്ട് ഇവന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടേ? സംഭവിച്ചു എന്ന് നമ്മള് ഈ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുന്ന വഖഫ് നിയമവുമായിട്ട് വന്നേക്കുക. ഒരു പിടിച്ചെടുത്തതൊക്കെ പോരാഞ്ഞിട്ട് ആ വഖഫ് സ്വത്തിൽ നാളെ അവകാശം തിരിച്ചു പിടിക്കാനുള്ള സാധാരണ നിയമം കൊണ്ടുവരുന്ന വഖഫ് സംരക്ഷണത്തിനാ. നിയമം കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് സംരക്ഷിക്കപ്പെടാതിരിക്കാൻ. ഇവൻ വർഗീയത പറയാണ്. അതായത് വഖഫ് എന്ന് പറയുന്നത് ഇവിടത്തെ മുസ്ലിങ്ങളുടെ അള്ളാഹുവിന്റെ സ്വത്തുണ്ടല്ലോ, അത് തട്ടിയെടുക്കാൻ വേണ്ടി ഈ കൊണ്ടുവന്ന വഖഫിനെതിരെ നിയമം നിർമ്മിക്കാൻ പോകുന്നെന്ന് പ്രചാരണം കൊടുത്തുകൊണ്ട് ഇവിടെ കലാപമാണ് ലക്ഷ്യം. ഇവന്മാരുടെ പ്രധാന ലക്ഷ്യം കലാപം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി കരുതിയിരിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഭാരതത്തിന്റെ മുക്കാലണയിൽ കിടക്കുന്ന ഈ കേരളത്തിലെ ഈ മുക്കാലുകൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് അടിച്ചമർത്താനും അത് പ്രതിരോധിക്കാനും ഇവിടുത്തെ ഭാരത സേനയുണ്ട്. ആ സേനയ്ക്ക് ശേഷം ആ സേനയുടെ പിറകെ തന്നെ RSSകാർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന കൊടും ഭീകരന്മാരെ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നിരോധിച്ചുകൊണ്ട് ഒക്കെ പെറുക്കി കൂട്ടിക്കൊണ്ടൊക്കെയും തീഹാർ ജയിലിൽ കൊണ്ടിടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമിയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെല്ലാം ഞമ്മന്റേതാണ്, ഞമ്മന്റെ വഖഫ് നിയമമാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നാൽ അത് പ്രതിരോധിക്കാൻ ജീവൻ കൊടുത്തും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് നിനക്ക് അറിയില്ലേടാ തലക്കെട്ട് കാരാ മദ്രസ പൊട്ടാ എന്ന് പറയേണ്ടതുണ്ട്. ബാക്കിയുടെ കേൾക്കാം. പരിരക്ഷിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ ഇവിടെ നിയമം കൊണ്ടുവന്നിരിക്കുക. എന്ന് വഖഫ് ആക്ടിലൂടെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിലെ പ്രധാന വ്യവസ്ഥകളാണ് വഖഫ് തർക്കങ്ങളിൽ വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് നീക്കം ചെയ്തിട്ട് വഖഫ് സ്വത്തുക്കൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ അവസാന വാക്ക് സർക്കാരായിരിക്കും. സർക്കാരല്ലോ, കോടതി എന്നുള്ളതാ. അതായത് നരേന്ദ്രമോദിജി ഈ വഖഫ് ബോർഡിന്റെ ഈ നിയമമുണ്ടല്ലോ, ഇതിനെതിരെ കൊണ്ടുവരുന്ന അമെന്റ്മെന്റിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നറിയാമോ? ഈ വഖഫ് ബോർഡിന്റെ ഈ തർക്കം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ അന്തിമ തീരുമാനം കോടതിയായിരിക്കും. അതാത് സ്ഥലങ്ങളിലുള്ള കോടതിയായിരിക്കും. അതല്ലാതെ ഇവന്റെ ശരിയാ നിയമപ്രകാരം 4 നൂൽപുട്ട് തൊപ്പിയിട്ടിരിക്കുന്ന വെറും മദ്രസ വിദ്യാഭ്യാസമുള്ള മദ്രസ പൊട്ടന്മാരല്ല ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമി തട്ടിയെടുത്തുകൊണ്ട് അതിൽ വിധി നിർണ്ണയിക്കാൻ നീ ഒന്നുമല്ല. ഇവിടെ കൃത്യമായിട്ട് നീതിന്യായ വകുപ്പുണ്ട്, ഇവിടെ ഭരണഘടനയുണ്ട്. ഈ ഭാരതത്തിന്റെ ഈ നീതി വ്യവസ്ഥയ്ക്ക് കീഴിലേക്ക് ഈ വഖഫിനെ മാറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ വഖഫ് ഭൂമിയുടെ എല്ലാത്തിന്റെയും ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്നത് സർക്കാരാ എന്നല്ല. സർക്കാർ എന്ന് പറയുമ്പോൾ ഇവന് ഉദ്ദേശിച്ചെന്തെന്നറിയാമോ? RSS സർക്കാർ, BJP സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ ആ വികാരം ഇങ്ങനെ ഇളക്കി വിടാനായി ഇവൻ ശ്രമിക്കുന്നത് അല്ലെന്നേ. ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള അന്തിമ വിധി നിർണ്ണയിക്കേണ്ടത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം എന്തൊരു തർക്കം വന്നാലും ആരാ ഇവിടെ നിർണ്ണയിക്കാറ്? അത് കോടതിയാ. ആ കോടതി വഖഫിലും കോടതി വരണം. അല്ലാണ്ട് ഞമ്മന്റെ മൊല്ലാക്കന്മാരല്ല ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും സ്വത്ത് തട്ടിയെടുത്തുകൊണ്ട് തീരുമാനം നിർണ്ണയിക്കേണ്ടത് എന്നാണ് ഈ ആക്ടിലെ ഈ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതി. ബാക്കി കേൾക്കാം. ബോർഡുകളുണ്ട്. വഖഫ് ബോർഡുകൾ കൊണ്ട് ഈ ഉമ്മത്തിന് ഒരു ഗുണവുമില്ലാത്ത ഒരു സംവിധാനം ഉണ്ടെങ്കിൽ വഖഫ് ബോർഡ് മാത്രമേ ഉള്ളൂ. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുക, നയാ പൈസ ഈ സമുദായത്തിന്റെ ഉപകാരത്തിന് വേണ്ടിട്ട് ചെയ്യാതിരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ. എന്തെങ്കിലും സംതിങ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് കിട്ടുന്നതിന്റെ അവരുടെ ഒന്നും ഔദാര്യമല്ല. ആ നിലയിൽ വഖഫ് കൈകാര്യം ചെയ്യുന്നവർ പോലും അതിനെ ദുരുപയോഗം ചെയ്തതിന്റെ ഫലമാണ് ഇത്തരം നിയമങ്ങൾ വരുന്നത്. അവർക്കും ഒന്നും പറയാൻ പറ്റില്ല. അവരും ആവശ്യം പോലെ ദുരുപയോഗം നടത്തുന്നുണ്ട്. സർക്കാരാണ് അവസാന വാക്ക്. വഖഫ് ബോർഡിനെ ക്യാൻസൽ ചെയ്യുകയാണ്. വഖഫ് തർക്കങ്ങളിൽ വഖഫ് ട്രിബ്യൂണലുകളുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന വ്യവസ്ഥയും കളഞ്ഞു. അതാ വരട്ടെ. വഖഫ് ട്രിബ്യൂണലുകളുടെ എന്തൊരു തർക്കം വന്നാലും ഇപ്പൊ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയും ഭൂമി ഇവർ തട്ടിയെടുത്തുകൊണ്ട് നമ്മൾക്ക് ചെല്ലാനുള്ളത് എവിടെയാ പരാതി ബോധിപ്പിക്കാനുള്ളതെന്ന് അറിയാമോ? അതിന്റെ പേരാണ് വഖഫ് ട്രിബ്യൂണൽ. ഈ വഖഫ് ട്രിബ്യൂണലിൽ ഇരിക്കുന്നത് ആരാ? ഈ രാജ്യത്തെ നിയമാനുസൃതമായിട്ടുള്ള ആളുകളാണ്. അല്ലെന്നേ, ഞമ്മന്റെ മദ്രസ വിദ്യാഭ്യാസം മാത്രമുള്ള ഞമ്മന്റെ മദ്രസ പൊട്ടന്മാരായിരിക്കുന്നത്. ഇവന്റെ അടുത്ത് ചെന്നിട്ടാണ് ഒരു സുഡാപ്പി ഈ വഖഫ് എന്ന് പറയുന്ന എന്റെ സ്വത്ത് തട്ടിയെടുത്തുന്ന ഹിന്ദു മുസ്ലിം ഈ ക്രൈസ്തവനും ചെന്ന് പറയുന്നത് ഈ നൂൽപുട്ടും തൊപ്പി ഇട്ടിരിക്കുന്ന മദ്രസ പൊട്ടൻ എന്താ പറയാ? നീ വിട്ടുകൊടുക്കുക, സ്ഥലത്തുനിന്ന് ഓടിപ്പോടാ, ഇത് വഖഫ് ഭൂമിയാണെന്നല്ലാതെ ഏതെങ്കിലും ഒരു മദ്രസ പൊട്ടൻ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമി അറ്റാച്ച് ചെയ്ത് ഈ വഖഫിന്റെ ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും നീതി കൊടുക്കുമെന്ന് കരുതുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ അന്തിമമായിട്ട് വഖഫ് ട്രിബ്യൂണൽ അല്ല, ഇത് ഭാരതത്തിന് ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്, ഒരു നിയമവ്യവസ്ഥയിൽ ഒരു കോടതിയുണ്ട്. ആ കോടതികളാണ് ഇതിന്റെ അന്തിമം എന്ന് ഈ ഭേദഗതിയിലുണ്ട്. ഇനി മദ്രസ പൊട്ടൻ എന്താ ബാക്കി പറയണ നോക്കാം.
സർക്കാർ തീരുമാനിച്ചോളാം. ഏത് സർക്കാർ? ഈ രാജ്യത്ത് മുസ്ലിമിന് പള്ളി വേണ്ട, അതെല്ലാം പൊളിക്കേണ്ടതാണ്. മുസ്ലിമിന് ഒരു പാർലമെന്റിലേക്ക് ഒരു സീറ്റ് കൊടുക്കില്ല, 400 സീറ്റ് കൊടുക്കും. നോക്കൂ, പച്ച വർഗീയതയാണ് ഈ തലയെക്കെട്ടുള്ള ഈ കാസിമി പറയുന്നത്. ഇവൻ പറയാണ് ഏത് സർക്കാർ ഈ രാജ്യത്ത് മുസ്ലിമിന് ഒരു പള്ളിയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സകല പള്ളിയും പൊളിക്കുന്ന സർക്കാർ. നോക്കൂ, ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണോ? ഇവിടെ ഏറ്റവും കൂടുതൽ ഭാരതത്തിലാണ് ഇസ്ലാമുകൾ ഏറ്റവും സമാധാനത്തോടെ ജീവിക്കുന്നത്. അത് എന്തുകൊണ്ടാ? ഇവിടെ മൃഗീയ ഭൂരിപക്ഷമുള്ളത്. ഇവിടുത്തെ ഭൂരിപക്ഷ ജനത ഹിന്ദു ആയതുകൊണ്ട് തന്നെയാണ്. ഒരു പക്ഷേ നാളെ മറ്റന്നാളോ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ആ അവസ്ഥയാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലും എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നാമത്തിന് പോലും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഉണ്ടാവാൻ പാടില്ല. അവിടുത്തെ നിയമം ഏതാ? ഞമ്മന്റെ പടച്ചോന്റെ ശരിയാ നിയമം. ആ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പച്ചയ്ക്ക് പറയുന്നു ഇവിടുത്തെ മുസ്ലിം പള്ളികളൊന്നും പാടില്ല എന്ന് പറയുന്ന ഇവിടുത്തെ സർക്കാരാണ് എല്ലാത്തിനും മേലെ വരണമെന്ന് പറയുന്നതെന്ന് പച്ച വർഗീയത പരച്ചു വിരത്തുന്ന ഇവനെതിരെ ഒന്നും ആരും കേസെടുക്കില്ല. കാരണം എന്താ? ഇവനെതിരെ കേസെടുത്താൽ 3/4 വോട്ടുകളൊക്കെ വലിയ ചോർച്ച വന്നാലോ. അതുകൊണ്ട് ഇടതും വലതും സുഖിപ്പിച്ച് ഇവനെയൊക്കെ 3/4 ചാപ്പി ജീവിക്കുന്നവന്മാരാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. കേൾക്കാം ബാക്കിയുടെ. ഒരു മുസ്ലിമിന് കൊടുക്കൂല, മുസ്ലിം വേണ്ട. അവന്റെ മതം നിരോധിക്കുന്ന UCC മതനിരോധന ബില്ല് കോമൺ സിവിൽ കോഡ് എന്നാണ് പരിഷ്കൃതന്മാര് പറയുന്നത്. മതനിരോധന ബില്ല് കൊണ്ടുവന്ന് മതം പോലും വേണ്ടെന്ന് പറയുന്നവർ. നോക്കൂ, UCC അതായത് ഇവിടെ ഒരൊറ്റ രാജ്യം ഒരൊറ്റ നിയമം, യൂണിഫോം സിവിൽ കോഡിനെ ഇവൻ പറയുന്നത് എന്താ? ഇവിടെ മതം വേണ്ട, മുസ്ലിം മതം വേണ്ട എന്ന നിയമമാണെന്നാണ് ഇവൻ പറയുന്നത്. ഇവന് വായിക്കാനും എഴുതാനും അറിയാത്തത് കൊണ്ടാണോ? അല്ലെന്നേ. ഈ വായിക്കാനും എഴുതാനും അറിയാത്ത മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഈ പറയുന്ന ഇവിടെ ഭരിക്കുന്ന രാജ്യത്തിന്റെ ഭാരത പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഭരിക്കുന്ന കക്ഷി ആയിക്കോട്ടെ, ഇവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടികളായിക്കോട്ടെ, അവരൊക്കെ പറയുന്നത് പച്ചയ്ക്ക് നുണയാണെന്ന് പറഞ്ഞ് വർഗീയത കുത്തിവെക്കുകയാണ്. ഞമ്മന്റെ ഈ ഗാസിമി എന്ന് പറയുന്ന ഈ വർഗീയ ചെറ്റ, ഈ വർഗീയ വിഷം. ബാക്കി കേൾക്കാം. അവരായിരിക്കും വഖഫ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാളെ ഈ പള്ളികളെല്ലാം പിടിച്ചെടുക്കാനുള്ള അവകാശം, പിടിച്ചെടുത്താൽ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള അവകാശം, ഏത് വ്യക്തിക്കും അവനവന്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ വഖഫ് ചെയ്യാമെന്ന വ്യവസ്ഥ മാറ്റി 5 വർഷമായി മതമനുഷ്ഠിച്ചവർക്ക് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. 5 വർഷം മതമനുഷ്ഠിച്ചോന്ന് ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോണേ? എന്ത് ഭ്രാന്തൻ വ്യവസ്ഥകളാണ് ഈ വിഡ്ഢികൾ! അല്ല, മനഃപൂർവ്വം കൊടിയ ഒട്ടും വിഡ്ഢികളല്ല, ബുദ്ധിമാന്മാരായ ഭീകരന്മാർ. വഖഫ് അലൽ ഔലാദ് എന്ന പേരിൽ കുടുംബത്തിനായി വഖഫ് ചെയ്തത് വേണ്ടെന്ന് വെക്കാൻ സ്ത്രീകളടക്കമുള്ള അനന്തരാവകാശികൾക്ക് പിൽക്കാലത്ത് അവകാശമുണ്ടാകും. അത് അനന്തരാവകാശികൾ ആവശ്യപ്പെട്ടിട്ട്, മുസ്ലിങ്ങളായ വാരിധ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഉൾപ്പെടുത്തിയ വ്യവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ പിൽക്കാലത്തുള്ളവർക്ക് അത് വേണ്ടെന്ന് വെക്കാമെന്ന്. കാരണം ഇവർക്ക് അത് കൊടുത്തതിൽ പരിഭവമുണ്ട്. പിന്നീട് ഇവർക്ക് വേണ്ടി ഇവരെയും കൂടെ കൂട്ടുപിടിച്ചാണ് യഥാർത്ഥത്തിൽ ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ, ഇവനെയൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ആകെ അറിയുന്നത് ഈ മദ്രസ വിദ്യാഭ്യാസവും ഈ മദ്രസ പൊട്ടത്തരവും മാത്രം. അത് പഠിക്കുക, അത് ഈ മാക്സിമം ഈ സമൂഹത്തിൽ വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ഈ ഭീകരന്മാർക്ക് അത് പിന്തുടർച്ചക്കാരായിട്ട് അവർക്ക് ഓതി കൊടുക്കുക. അതിലൂടെ ഈ രാജ്യത്തിന്റെ ശാന്തിയും സമാധാനവും നശിപ്പിക്കുക. ലോകത്ത് 20ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് വളർന്ന ഭാരതത്തിന്റെ സാമ്പത്തിക ശക്തി അത് വെറും ഈ നരേന്ദ്രമോദിജിയുടെ 2 ടേമിൽ 3ാമത്തെ ടേം ആയപ്പോഴേക്കും എത്തി എന്നുള്ളത് ഒന്നും ഇവന്മാർക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും ഇതുപോലെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നടങ്കമായാലും ഈ പറയുന്ന ചൈന അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളായിക്കോട്ടെ, ഇവന്മാരുടെയൊക്കെ ടൂളായിക്കൊണ്ട് ഈ രാജ്യത്ത് സമാധാനം നശിപ്പിക്കാൻ വേണ്ടി വർഗീയ കലാപത്തിന് വേണ്ടി രംഗത്ത് വന്നുകൊണ്ട് തന്നെയാണ് ഈ വഖഫ് ഭൂമി എന്ന പേരിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ കാണുന്ന അണ്ടന്റെയും അടകോടന്റെയും എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രയോഗം ഉണ്ടല്ലോ, കാണുന്ന എല്ലാ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമി, അതല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, അതല്ലെങ്കിൽ സുപ്രീം കോടതി നിൽക്കുന്ന ഭൂമി പോലും, എന്തിനേറെ ഭാരതത്തിന്റെ പാർലമെന്റ് നിൽക്കുന്ന ഭൂമി പോലും, ഇനി നാളെ ഗുരുവായൂർ ക്ഷേത്രമായാലും ശബരിമലയായാലും ഇത്തരത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രമായാലും അതൊക്കെ നിൽക്കുന്ന ഭൂമി ഞമ്മന്റെ വഖഫ് ഭൂമിയിലാണ്, അതൊക്കെ ഞമ്മന്റേതാണ് എന്ന് പറയുന്ന ഈ വർഗത്തിന് കൃത്യമായിട്ടും അമിത്ഷാ മറുപടി കൊടുത്തിട്ടുണ്ട്. നിന്റെ ഒന്നും ചൊൽപ്പടിക്ക് നിൽക്കാൻ ഈ ഭാരതത്തിന്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള ഹിന്ദു സംസ്കാരവാഹകർ സമ്മതിക്കില്ല. ഈ വഖഫ് എന്ന് പറയുന്ന ഈ കൊടും ഭീകര നിയമം, ഈ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന കൊടും ഭീകര സുഡാപ്പി ഉണ്ടാക്കിയെടുത്ത നിയമം അത് പിന്തുടർന്ന് കൊണ്ടുവന്ന് മൻമോഹൻ സിംഗിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവിടെ നിന്ന് നരേന്ദ്രമോദിജി ഭരണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാനെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. ഇവരുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള വീടായാലും അവരുടെ സ്ഥലമായാലും മറ്റു വസ്തുവകകളായാലും അത് അവരവർ കാശ് കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ അനുഭവിക്കേണ്ടതും അവർ തന്നെയാണ്. അല്ലാതെ വഖഫ് എന്ന് പറയുന്ന ഇന്നിപ്പോൾ സാധാരണക്കാരൊക്കെ വിളിക്കുന്ന വഖഫ്
വഖഫ് എന്നല്ല പറയുന്നത്. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാം, വഖഫ് അല്ല ഫഖോഫ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ഇത്ര കണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് പച്ചയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നീയൊക്കെ തുടർന്നും ഇത് തന്നെ ചെയ്യണം. കാരണം നിന്നെയൊക്കെ കൃത്യമായിട്ട് ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടും പോരാത്തത് കൊണ്ട് വിശ്വസിക്കാത്ത ഹിന്ദു ക്രിസ്ത്യൻ ജനതയുണ്ട് ഇവിടെ. അവർക്ക് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഈ ഭീകര രൂപമുണ്ടല്ലോ അത് നീ തന്നെ കാണിക്കണം. അതുകൊണ്ട് വഖഫ് എന്ന് പറയുന്ന ഈ വലിയൊരു ഭീകര രൂപം, ഇസ്ലാമിക ഭീകര രൂപം, ആ രൂപം കണ്ടിട്ടുള്ള ഒരാളും ഇനി നീ പറയുന്നത് വിശ്വസിക്കില്ല, നിന്നെ വിശ്വസിക്കില്ല. നിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി എന്നുള്ള യാഥാർത്ഥ്യം അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. ഇനിയും നീ ഇതുപോലെ തന്നെ ഈ മനുഷ്യന്മാരെ ചതിക്കുന്ന, മനുഷ്യന്മാരുടെ ആ ജീവനും സ്വത്തുവകകളും കൊള്ളയടിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളുമായി തന്നെ രംഗത്ത് വരണം. കുറച്ചുകൂടി മനസ്സിലാവാത്ത അടിമ കമ്മികളും അടിമ കൊങ്ങികളും അടിമ SDPക്കാരായുള്ള ഹിന്ദു ക്രിസ്ത്യൻ ജനതയുണ്ട്. അവന്മാർക്കൊക്കെ മനസ്സിലായാൽ മാത്രമേ നിന്റെയൊക്കെ പതനം, ലോകത്താകമാനം നിന്നെയൊക്കെ സമാധാനം നശിപ്പിക്കുന്ന ജീവികൾ എന്ന രീതിയിലേക്ക് കണ്ടെത്തിയത് അത് ഈ ഭാരതത്തിലും ഈ ഭാരതീയ സംസ്കാരത്തിൽ ജീവിക്കുന്ന വിശ്വസിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുകയുള്ളൂ. അത് നല്ല മുസ്ലിങ്ങൾ ചീത്ത മുസ്ലിങ്ങൾ എന്നുള്ള വിഭാഗമുണ്ടെങ്കിൽ ഇനിയെങ്കിലും നല്ല മുസ്ലിങ്ങൾ വാത്തുറന്ന് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഹിന്ദുവിന്റെയും ഈ ക്രിസ്ത്യാനിയും ഞങ്ങളുടെ സഹോദരങ്ങളാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നിലൊന്നും നന്മയില്ല, നല്ലതില്ല, ചീത്തയില്ല, ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ എന്ന് ഇവിടുത്തെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്താനാവില്ല. ഇത്തരത്തിൽ ഒരുപാട് മദ്രസ പൊട്ടന്മാർ ഈ വഖഫ് എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ ഭാരതം ഭരിക്കുന്ന സർക്കാരിനെതിരെയും ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഏതൊരാളെയും വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിമിന്റെ ശത്രുവാക്കി മാറ്റി മുസ്ലിമിനെ വർഗീയ കലാപത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ഈ ചെറ്റത്തരങ്ങളുണ്ടല്ലോ, ഇത് പച്ചയായി തുറന്നു കാട്ടേണ്ടതുണ്ട്. അതിലൂടെ ഇവിടുത്തെ നല്ല മുസ്ലിങ്ങൾ എന്ന് മേനി പറഞ്ഞു നടക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ സഹോദര തുല്യരാണ് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയുമെങ്കിൽ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും കഷ്ടപ്പെട്ട് നേടി അവന്റെ ഭൂമിയായാലും അവന്റെ വീടായാലും 1 ഇഞ്ച് സ്ഥലമെങ്കിലും നീയൊക്കെ കൊള്ളയടിക്കുന്നുണ്ടെങ്കിൽ നീയൊന്നും ഒരിക്കലും ഇനി അവന്റെ സഹോദരൻ എന്ന് വിളിക്കരുത്. തിരിച്ചും അതുപോലെ തന്നെ ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും കാണേണ്ട കാലത്തുകൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.